നിരാശയ്ക്ക് യാതൊരു അടിസ്ഥാനമില്ല. ചിലർ ചോദിക്കുകയല്ല, സ്വകാര്യം ചോദിക്കും, സഖാ വല്ല രക്ഷയുണ്ടാവോ? നിരാശയുടേതായ ഒരു സാഹചര്യവും ഇപ്പൊ കേരളത്തിലില്ല. വർജിത വീര്യത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ തിരിച്ചു വരും. അതിന്റെ സാഹചര്യമുണ്ട്. എന്താ നമ്മൾ തോക്കാൻ കാരണം? തോക്കാൻ പല പല കാരണങ്ങളുണ്ട്. അതിലെ ചില കാരണങ്ങൾ പാർട്ടി ജനങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെ പിറ്റിന പറച്ചിലാണ്. പിണറായി വിജയനും മോഡിയും തമ്മിൽ അന്തർധാര. എന്താ പറഞ്ഞ? പിണറായിയും മോഡിയും തമ്മിൽ അന്തർധാര. പിണറായി വിജയൻ മുണ്ടെടുത്ത മോഡിയാ. ഇതാരാ പ്രചരിപ്പിച്ചത്? ഇത് പ്രചരിപ്പിച്ചത് UDF, കോൺഗ്രസും ലീഗുവാ. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആസൂത്രിതമായി ആ കഥ പ്രചരിപ്പിക്കപ്പെട്ടു. മതേതര മനസ്സിനകത്ത് ചെറിയൊരു മോഹഭംഗമുണ്ടായി. മതേതര മനസ്സിലെ മോഹഭംഗം, ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്ക, ഇതെല്ലാം ചേർന്നപ്പോ ഒരുപാട് ഘടകങ്ങളുണ്ടായി. ഒപ്പം ഒരു തുടർച്ചയായി ഞങ്ങൾ ഭരിക്കല്ലേ എന്നാ ഇവര് മാറി നിൽക്കട്ടെ. അങ്ങനെ നമ്മൾ തോറ്റത്. 35 സീറ്റ് നമുക്കുള്ളൂ ഇപ്പൊ. 35. 102 അവർക്ക്, 35 ഞങ്ങൾക്ക്, 3 സീറ്റ് BJPക്ക്. അതിൽ ഞങ്ങളുടെ പല കോട്ട കൊത്തളങ്ങളും തകർന്നടിഞ്ഞു. ഞങ്ങൾ പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയം പാളിയിട്ടുണ്ട്. തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി. ഞങ്ങൾ പറഞ്ഞു ജനങ്ങളോട്, ഇതിനപ്പുറത്ത് ഒരു പാർട്ടി എന്ത് സ്വയം വിമർശനം നടത്തണം. സ്വയം വിമർശനം നടത്തി ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പയ്യന്നൂരിലും തളിപ്പറമ്പിലും പാറി. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ ശക്തമായി ആക്ഷേപിച്ചപ്പോ അതിന് ഞങ്ങൾ പ്രതിരോധിച്ചു. പക്ഷേ പ്രതിരോധ പ്രസ്താവനയിൽ ഒരു ഊക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്വയം വിമർശനം നടത്തി. പിന്നെ അയ്യപ്പ സംഘം ഞങ്ങളുടേതല്ല, പക്ഷെ പറഞ്ഞു സർക്കാർ നടത്തിയതാ. അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും സ്വാമി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ വിമർശനം നടത്തി. ഇങ്ങനെ നടത്താൻ കുഞ്ഞാലിയുടെ പാർട്ടിക്കല്ലാതെ വേറെ ആർക്കാ സാധിക്കുക? പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തി ഞങ്ങൾ ജനങ്ങളോട് സ്വയം വിമർശനം നടത്തി. ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാ. രാഷ്ട്രീയത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ. ജനങ്ങൾ പറയുന്നു സഖാക്കളെ നിങ്ങൾക്ക് തെറ്റുവച്ചിരിക്കുന്നു, ആ തെറ്റ് ഞങ്ങൾ ഉൾക്കൊള്ളും, തിരുത്തും. പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്, ആ പോരായ്മകൾ തിരുത്തി വർദ്ധിത വീര്യത്തോടെ ഞങ്ങൾ തിരിച്ചു വരും. ഇനി അപ്പുറത്ത് വന്നല്ലോ, ഞങ്ങളൊന്നും ഉണ്ടൂലേട്ടാ. ഭരണം ഇപ്പം മധുവിധ കാലല്ലേ, കുയ്യാപ്പിളാർക്ക് തക്കാരം കൊടുക്കും ഇഷ്ടം പോലെ. ഇപ്പൊ തക്കാരം ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. എന്താ സ്ഥിതി? ആദ്യത്തെ 2 ആഴ്ച മുഖ്യമന്ത്രി ഉണ്ടായോ? 102 സീറ്റുമായി അധികാരത്തിലേക്ക് വന്നവർക്ക് ആദ്യ 2 ആഴ്ച മുഖ്യമന്ത്രി ഉണ്ടായോ? 3 പേരല്ലേ മത്സരിച്ചത്? അവസാനം ചെന്നിത്തലനെ തൂഫാനാക്കി വിട്ടു. മൂപ്പറവും കൊണ്ടങ്ങ് പോയി. സതീശൻ ഇരിക്കുക. ബഹുമാനപ്പെട്ട നേതാക്കന്മാരാ, എല്ലാവരോടും വലിയ ബഹുമാന. 2 മാസം തികഞ്ഞ് 3-ാം മാസത്തിലേക്ക് പോകുമ്പം എന്താണ് കേരളത്തിന്റെ സ്ഥിതി എന്ന് പറ. പവർ കട്ട് തിരിച്ചു വന്ന് എങ്ങനെയുണ്ട്? ഞങ്ങളുടെ കാലത്ത് വല്ല തടസ്സമുണ്ടായോ സീരിയല് കാണാൻ? ഞങ്ങളുടെ കാലത്ത് സിനിമ കാണാൻ വല്ല തടസ്സമുണ്ടായോ? എന്താ കുടുംബശ്രീ സാവിത്രിയാ? പല തടസ്സമുണ്ടോ ഞങ്ങൾക്ക് കാണാൻ? ഇപ്പൊ കുടുംബശ്രീ സാവിത്രിയും ഇല്ല, ഫുട്ബോളും ഇല്ല. ഞാൻ എന്റെ അനുഭവം പറയാം. അർജന്റീനയും സ്വിറ്റ്സർലാൻഡും ക്വാർട്ടർ ഫൈനൽ. രാവിലെ കളി. രാവിലെ കൊണ്ട് മെനക്കെട്ടായിരുന്നതിന് 1-1 എക്സ്ട്രാ ടൈമിലേക്ക് പോയി. ലാസ്റ്റ് 3 മിനിറ്റ് ബാക്കി. അപ്പോൾ 5 മിനിറ്റ് ബാക്കി. അന്നേരം അർജന്റീന 2 ഗോൾ അടിച്ച് ഞാൻ കണ്ടില്ല. കറണ്ട് പോയിന്. ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താ? കറണ്ട് പോയിന്. ഇടതുപക്ഷത്തിന്റെ 10 വർഷക്കാലം പവർ കട്ടുണ്ടായോ? ഇടതുപക്ഷത്തിന്റെ 10 വർഷക്കാലം ലോഡ് ഷെഡിംഗ് ഉണ്ടായോ? പറ നിങ്ങൾ. ഞങ്ങൾ മാറണം. UDF വരട്ടെ, അവര് ഭരിക്കട്ടെ, അവർ ഐശ്വര്യസമ്പൂർണ്ണമാക്കി മാറ്റും കേരളത്തെ. മാറ്റിയോ? എങ്ങനെയുണ്ട്? 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തെ മാറ്റി. അധികാരത്തിലേക്ക് വന്നവർ 2 മാസം തികയുമ്പോഴേക്കും പവർ കട്ടും ലോഡ് ഷെഡിംഗും തിരിച്ചു വന്നിരിക്കുന്നു. ഇതാണ് ഭരണം. 2 മാസം തികയുമ്പോ പവർ കട്ട് ലോഡ് ഷെഡിംഗ് തിരിച്ചു വന്നു.